എന്റെ ബാക്കിൽ ഇപ്പോഴാണ് കേരളത്തിലെ ബെസ്റ്റ് വാട്ടർ തീം പാർക്ക്. ഇവിടെ കേരളത്തിലെ വണ്ണാനുള്ള റോളർ കോസ്റ്റർ റൈഡ് ഉണ്ട്. അത് കൂടാണ്ട് ഒരുപാട് റൈഡ്സും ഉണ്ട്. വാട്ടർ ആക്ടിവിറ്റീസ് ആയിട്ട് 2 വേവ് പൂളും വാട്ടർ സ്പ്ലാഷും ഇഷ്ടംപോലെ സ്ലൈഡ്സും ഉണ്ട്. വിച്ച് കൺസിസ്റ്റ് ഓഫ് ദ ഹൈയസ്റ്റ് വാട്ടർ സ്ലൈഡ് ഇൻ എൻറ്റയർ കേരള. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു വാട്ടർ തീം പാർക്ക് കൂടാണ്ട് പ്രൈസ് ബേസിൽ ഒരു 3 സ്റ്റാർ വാട്ടർ തീം പാർക്കും ഒരു 1 സ്റ്റാർ വാട്ടർ തീം പാർക്കും ട്രൈ ചെയ്യാണ്. ടു ഫൈൻഡ് ഔട്ട് ഡസ് പ്രൈസ് റിയലി മേക്ക് എ ഡിഫറൻസ്. നമ്മളങ്ങനെ 1 സ്റ്റാർ വാട്ടർ തീം പാർക്കിനായിട്ട് ആക്റ്റീവ് പ്ലാനിൽ എത്തിയിരിക്കുകയാണ്. നമ്മളെ പ്രൈസിന്റെ ബേസിലാണ് വാട്ടർ തീം പാർക്കിനെല്ലാം 1 സ്റ്റാർ 3 സ്റ്റാർ 5 സ്റ്റാർ ആക്കുന്നത്. ഇവിടെ വെറും 200 റുപ്പീസ് മാത്രമാണ് ഗൈസ് എൻട്രി ഫീസ് ആയിട്ടുള്ളത്. ലെറ്റ്സ് സീ ഗൈസ് 200 രൂപക്ക് ആക്റ്റീവ് പ്ലാനിൽ എന്താ ഉള്ളത്. ഇതിന് മുന്നേ നമ്മൾ വാട്ടർ തീം പാർക്കൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഞാൻ ഇതിന്റെ ഉള്ളിൽ കയറിയതെങ്കിലും സത്യം പറഞ്ഞാൽ ആക്റ്റീവ് പ്ലാന്റ് ഞെട്ടിച്ചാണ്. കയറി ചെല്ലുമ്പോൾ തന്നെ എന്താ ഒരു ആംബിയൻസ്. ഫ്രണ്ട് തന്നെയാണെങ്കിൽ നമുക്ക് ഓടിക്കാൻ പറ്റുന്ന JCB ഉൾപ്പെടെ 2 കിടില റൈഡ്. 200 റുപ്യക്ക് ഇത് ലാഭമാണല്ലോ എന്ന് വെച്ചിട്ട് എനിക്ക് വല്ലാണ്ട് സന്തോഷമായി. പക്ഷെ ഇതിലേക്ക് കയറാൻ പോയപ്പോ തന്നെ ആ ഒരു സന്തോഷം അങ്ങ് ഇല്ലാണ്ടായി. ഇതിൽ കയറാൻ വേറെ തന്നെ ടിക്കറ്റ് എടുക്കണം. എത്ര 70 അതിനും വേറെ തന്നെ എടുക്കണം. 200 റുപ്യന്റെ ടിക്കറ്റ് നമ്മൾ എടുത്തേ. അതിലെന്തെല്ലാം ചെയ്യാൻ പറ്റും? മെയിൻ റൈഡ്സ് മാത്രം. അങ്ങോട്ട് പാർക്ക് കയറുന്നത്, ഓടുന്നത്, സിപ്പ് ലൈനത്. ഓക്കെ, ചെറിയൊരു പണി കിട്ടിയിട്ടൊന്നുമില്ല. പക്ഷെ നമ്മളെടുത്തത് 200 റുപ്യൻ്റെ ടിക്കറ്റാണ്. അതാണല്ലോ ചീപ്പസ്റ്റ്. പക്ഷേ ആ ഒരു 200 റുപ്യൻ്റെ നമുക്കാകെ ലേശം റൈഡ് മാത്രം അല്ലെങ്കിൽ ലേശം സംഭവങ്ങൾ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതേപോലത്തുള്ള ഇലക്ട്രിക്കൽ റൈഡ്സിനെല്ലാം നമ്മൾ എക്സ്ട്രാ ടിക്കറ്റ് എടുത്ത് കയറണം. പൈസ നമുക്ക് സീനൊന്നും ഇല്ല, വേണമെങ്കിൽ നമുക്ക് എടുത്തിട്ട് കയറില്ല ചെയ്യാം. പക്ഷേ നമ്മൾ ചെയ്യുന്ന വീഡിയോയിൽ ഇതാണല്ലോ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള തീം പാർക്ക്. സോ ഇവിടെ നമ്മൾ ഇനി പൈസ കൊടുത്ത് ഓരോ റൈഡ്സിൽ കയറുകയാണെങ്കിൽ അത് നമ്മളെ നെക്സ്റ്റ് ലെവൽ വാട്ടർ തീം പാർക്കിന് എത്ര പൈസ ആവും. സോ അത് ഫെയർ അല്ല. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ എടുത്തിട്ടുള്ള 200 റുപ്യൻ്റെ ടിക്കറ്റിൽ എഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആക്സസ് ചെയ്യാൻ പറ്റുന്ന റൈഡ്സിൽ മാത്രം ഒന്ന് പോയി നോക്കാം. അത് തന്നെ കുറേ ഉണ്ടെന്ന് അവർ പറഞ്ഞത്. സോ ലെറ്റ്സ് സീ. JCB ഓടിക്കാൻ പറ്റാത്ത സങ്കടത്തിൽ പിള്ളേർ കളിക്കുന്ന കുറച്ചു നേരം നോക്കി നിന്നിട്ട് ഞാൻ നടന്ന് നമുക്കുള്ള റൈഡ്സും തപ്പിയിട്ട് അധികം വൈകാണ്ട് തന്നെ ഞാനത് കണ്ടുപിടിക്കുകയും ചെയ്ത്. അപ്പോൾ നമ്മളെടുത്ത 200 റുപ്യൻ്റെ ടിക്കറ്റിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന റൈഡ്സ് ഇല്ലേ, വലിയ റൈഡ്സ് ആണ്. ഇങ്ങനത്തെ റൈഡ്സ് നമുക്ക് പറ്റുള്ളൂ. ഇങ്ങനത്തെ പാർക്കിലുള്ള പാർക്കിലെല്ലാം ഉണ്ടാകുന്ന പോലത്തെ റൈഡ്സ്. ബാക്കി എല്ലാത്തിനും നമ്മൾ എക്സ്ട്രാ ടിക്കറ്റ് എടുത്തിട്ട് കയറണം. എന്തായാലും ഇതേ പറ്റുള്ളൂ. അപ്പോൾ ഇത് തന്നെ നമുക്ക് റൈഡ് ചെയ്യാം. ഇരുന്നിട്ടാണോ നിന്നിട്ടാണോ? എടാ നീ ഇപ്പുറം മതിരി, ഇതിൽ കളിക്കവാ. എന്തെങ്കിലും എല്ലാം പൈസ ലാഭമുണ്ടേ. സാധനം അടിച്ചു പോന്നില്ലേ? ഓ അങ്ങനെയാല്ലേ, ഞാനൊന്ന് കയറട്ടെ എന്നാ. എടാ വേണ്ട ഇത് ഇളകുന്നുണ്ട്. എനിക്കൊന്നും ഇത് പിള്ളേർ മാത്രം ഇപ്പൊ പൊളിഞ്ഞു പോയാലേ. 200 റുപ്യ കൊണ്ട് വന്നിട്ട് 20,000 വെച്ചു കൊടുക്കണ്ടേ. അപ്പൊ അടുത്ത സ്ഥലത്ത് പോവാ. ഹെലികോപ്റ്റർ ഇതുവരെ കയറിയാല് 200 റുപ്യക്ക് മുതലായി ഒന്നുമില്ല കേട്ടോ. ഞാൻ തോന്നുന്നില്ല വേറെ ഒന്നും ഇല്ല 200 റുപ്യക്ക്. അങ്ങനെ 200 റുപ്യക്ക് ഒന്നുമില്ല എന്ന് വിചാരിച്ച് ഡിസപ്പോയിന്റഡ് ആയിട്ട് ഞാൻ നടക്കുമ്പോഴാണ് ഗൈസ് നല്ല വെറൈറ്റി കുറച്ച് സംഭവങ്ങൾ കണ്ടത്. മിക്കവാറും ഞാൻ മുന്നേ അടിച്ച് വീഴുന്ന പോലുണ്ട്. ഓ വേറെ ലെവൽ ഗൈസ്. നെക്സ്റ്റ് സാധനം ഗൈസ്, ഇതിന്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ കണ്ടിട്ട് ഒന്നൊന്നര സംഭവം പോലെ ഉണ്ട്. എങ്ങനെ നമ്മൾ ഏറ്റവും ടോപ്പിലെത്തുക അറിയില്ല. കണ്ടുപിടിക്കാം, പോകുന്ന വഴി കണ്ടുപിടിക്കാം. അമ്മി എടാ വെറുതെ അല്ല ഇത് പിള്ളേർക്കാക്കിയിട്ട്. ഇത് കുറച്ച് പാടുണ്ട് പോരാൻ, കുടുങ്ങി പോരാനുള്ളില്. അമ്മ എടാ ഇത് ഭയങ്കര വേറെടുക്കുന്ന കയ്യുകാരോ. എടാ ഇനി അങ്ങനെ എത്തുമ്പോൾ നാളെ വന്നു കേട്ടോ. കുനിഞ്ഞു പോണത് പുറമെല്ലാം തട്ടു കയ്യിൽ നിന്ന് എടുക്കുന്നത്. വേഗം എങ്ങനെയും മേലത്തെ നോക്കുക. ഭയങ്കര കഷ്ടപ്പാട്. ഇത് മേലെ എത്തിയാലേ സുഖം ഉണ്ടാവും തോന്നുന്നു. സ്പൈഡർമാൻ എങ്ങനെ ഇത് ചെയ്യുന്നേ? സ്പൈഡർമാൻ അപ്പുറത്തെ വീട്ടിലെ സ്പൈഡർമാൻ. എത്തി. ജയിച്ചിട്ടോ മാറാ, ജയിച്ചിട്ടോ. അല്ല ടോപ്പിലെത്തി. നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തോ. സ്ലൈഡ് അവിടെ ഞാൻ വീഴും. 3, 2, 1. എടാ സ്റ്റക്കായി പോയാ. ഇത് പിള്ളേർക്ക് പറ്റിയതാ. നമ്മൾ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ നിരങ്ങി വരേണ്ടി വരും. സ്റ്റക്കായി പോയാളോ. ലേശം സ്റ്റാമിനയും ശക്തിയെല്ലാം വേണോ, എന്നാലും ഇതിലെല്ലാം കയറാൻ പറ്റുള്ളൂ.
കഥപ്പൊന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത റൈഡ് തപ്പി പിടിക്കാം. അങ്ങോട്ട് വലിയ എക്സ്ട്രോർഡിനറി റൈഡ്സോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ഇന്നേ വരെ കാണാത്ത കുറെ വെറൈറ്റി സ്ലൈഡുകൾ ഉൾപ്പെടെ കുറെ സംഭവങ്ങൾ അവിടെ ഉണ്ടായി. അതിൽ 1-2 സാധനത്തിൽ ഞാനും വെലിഞ്ഞു കയറി. നമ്മളെ പ്രായക്കാർക്ക് അത്ര വലിയ സന്തോഷമൊന്നും കിട്ടൂലെങ്കിലും പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാല് 200 റുപ്പീസിന്റെ ഈ ഒരു റൈഡുകളെല്ലാം തന്നെ മതി അവർക്ക് അടിച്ചു പൊളിക്കാൻ വേണ്ടിട്ട്. റൈഡുകൾ മാത്രമല്ല കേട്ടാ, മൊത്തത്തിൽ ഒരു എൻവയറമെന്റ് എന്ന് പറയുന്നത് തന്നെ വേറെ ലെവലാണ്. നല്ല കളർഫുൾ ആയിട്ട് വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതാണ് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത്. അപ്പൊ അത്രയല്ലേ ഉള്ളൂ 200 റുപ്പീക്കുള്ള റൈഡ്. ഇനി നമുക്ക് വാട്ടർ റൈഡിലേക്ക് പോവാം. വേറൊരു ചെറിയ പണി കിട്ടി ഗൈസ്. നമ്മളെടുത്ത 200 റുപ്പീൻ്റെ ടിക്കറ്റ് ഇല്ലേ, അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ വാട്ടർ റൈഡ്സും പൂളൊന്നും ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതിന് വേറൊരു എക്സ്ട്രാ 150 രൂപയും കൂടെ കൊടുക്കണം. നമ്മൾ എന്തായാലും വാട്ടർ തീം പാർക്കിന്റെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കാണ്ടിരിക്കുന്നത് ശരിയില്ലല്ലോ. അതുകൊണ്ട് നമ്മളൊരു 150 റുപ്പീസും കൂടെ എക്സ്ട്രാ കൊടുത്തിട്ട് വാട്ടർ റൈഡ്സിലും പൂളിലേക്കും പോവാണ്. എന്തെല്ലാം ഉള്ളതെന്ന് എനിക്കറിയില്ല, എന്തായാലും കയറി നോക്കാം. സോ ഈ ഒരു വാട്ടർ തീം പാർക്കിന്റെ ടിക്കറ്റ് പ്രൈസ് കറന്റ് 200 ആണ് ഉള്ളത്. അത് മാറിപ്പോ 350 റുപ്പീസ് ആയിരിക്കാണ്. ലെറ്റ്സ് ഗോ ഗൈസ്. 150 രൂപ എക്സ്ട്രാ കൊടുത്തെങ്കിലും എന്റെ മനസ്സിൽ ഒരു ഓന പൂളാണ് ഉണ്ടായിരുന്നത് ഗൈസ്. പക്ഷെ ഇതിന്റെ ഉള്ളിൽ കയറിയപ്പോ തന്നെ എന്റെ ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് മാറി. 2 കിടിലും പൂളും കുറെ സ്ലൈഡ് എല്ലാം ആയിട്ട് ഇറ്റ് വാസ് ജസ്റ്റ് ഓസം ഗൈസ്. ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം എല്ലാം അവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. സത്യം പറയല്ല, ഞാൻ ഞെട്ടിപ്പോയിട്ടാ. നമ്മൾ ഇതിന് തന്നെ കുറെ വൺസ് വാട്ടർ തീം പാർക്കിൽ പോയിട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ഇതിന്. ഇവിടെ വന്ന് നോക്കുമ്പോ ഇത് നല്ല ക്ലീന് നല്ല കിടിലം പോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഗൈസ്. എനിക്ക് എന്താ പറയണത് അറിയില്ല. എനിക്ക് ഇറങ്ങണമെന്നുണ്ട്, പക്ഷെ ഫുള്ള് ചെറിയ പിള്ളേർ ഗൈസ്. ഇതിന്റെ അടക്ക് ഞാൻ ഇറങ്ങിയ ഒരു ശരിയില്ല. അതുകൊണ്ട് ഞാൻ ഇറങ്ങുന്നില്ല, വെറുതെ കാലിടാം ലേശം. ഇവിടെ നമ്മൾ നേരെ വാട്ടർ സ്ലൈഡ്സിലേക്ക് പോവാണെങ്കിൽ ഒരു 10 സ്ലൈഡ്സ് എങ്കിലും അവിടെ ഉണ്ട്. അതും വെറുതെ പേരിലുള്ള സ്ലൈഡ്സ് അല്ല ഗൈസ്, എല്ലാം നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള സ്ലൈഡ്സ് ആണ്. അതിൽ പോകുന്ന വലിയവരും പിള്ളേരും എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി 150 രൂപ കൊടുത്തെങ്കിലും ഐ തിങ്ക് ഇറ്റ്സ് റിയലി വർത്ത് ഇറ്റ് ഗൈസ്. സോ ദാറ്റ്സ് ദ പൂൾ ഗൈസ്. സത്യം പറഞ്ഞാൽ ഞാൻ അതിശയിച്ചിട്ടാണുള്ളത്. ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം എക്സ്പെക്ട് ചെയ്തില്ല. ഒരു കുഞ്ഞു പോളും 2 സ്ലൈഡും ആണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഞാൻ പറയാലോ ഇത് എൻജോയ്മെന്റ് പിള്ളേരെല്ലാം വന്നു കഴിഞ്ഞാല് അടിപൊളി. പിള്ളേർ എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്യും. നമ്മൾ 150 റുപ്പീ കൊടുത്ത് ഇതിൽ കയറുകയാണെങ്കിൽ വേർത്താണ്. ഇതിൽ ലോക്കൽ വാട്ടർ തീം പാർക്കിൽ നമ്മൾ പോയിന് ഇതിന് ഡബിൾ പൈസ കൊടുത്തിട്ട്. പൂൾ സെക്ഷനിൽ എൻജോയ് ചെയ്ത് നമ്മൾ ഫൈനൽ റേറ്റിംഗ് പറയാന്ന് വിചാരിച്ചപ്പോഴാണ് അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞത് ഇവിടുത്തെ മോസ്റ്റ് വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട്, അത് എന്തായാലും മിസ് ചെയ്യരുത്. സോ നമ്മൾ നേരെ ആ ഒരു സ്ഥലത്തേക്ക് പോയി. ഇതാണ് ഇവിടുത്തെ വെറൈറ്റി റൈഡ്, റെയിൻബോ സ്ലൈഡ്. ഞാൻ ഇത് തായ്ലൻഡിനും വിയറ്റ്നാമിനെല്ലോ ആൾക്കാർ പോയിട്ട് റീൽ ചെയ്യുന്നുണ്ട്. ഇത് നമ്മളെ നേരത്തെ ആ ഒരു 150 കവേർഡ് അല്ല കേട്ടോ. നമ്മൾ എക്സ്ട്രാ ഒരു സ്മൈലി ടിക്കറ്റ് എന്ന് പറഞ്ഞ സാധനം എടുക്കണം 70 റുപ്പീസിന്. സോ അഗെയിൻ ടിക്കറ്റ് പ്രൈസ് ഇൻക്രീസ് ആയിരിക്കുകയാണ്. 350 420 റുപ്പീസ് കേസ്. ഞാൻ ഇത് പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യട്ടെ. കൊള്ളാട്ടോ സാധനം. 70 റുപ്യാണെങ്കിലും സാധനം കൊള്ളാം. അതും എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. എല്ലാ വാട്ടർ തീം പാർക്കിലും പോയി കഴിഞ്ഞിട്ട് ജസ്റ്റ് എൻജോയ്മെന്റിന്റെ ബേസിസിൽ നമ്മൾ അതിനെ റേറ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. ആൻഡ് ദിസ് ചീപ്പസ്റ്റ് വാട്ടർ തീം പാർക്ക് ഗെറ്റ്സ് a 4 സ്റ്റാർ റേറ്റിംഗ്. നമുക്ക് നോക്കാം നെക്സ്റ്റ് ലെവൽ വാട്ടർ തീം പാർക്കിന് ഇതിനെ കടത്താൻ പറ്റുമോ. സോ നമ്മൾ 3 സ്റ്റാർ വാട്ടർ തീം പാർക്കിൽ എത്തിയിട്ടുണ്ട്. ഇത് എന്റെ നാട്ടിൽ തന്നെയുള്ളതാണ്. അതേപോലെ തന്നെ കഴിഞ്ഞ നമ്മൾ 1 സ്റ്റാർ വാട്ടർ തീം പാർക്കിന്റെ വീഡിയോയിൽ നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്തൊരു വാട്ടർ തീം പാർക്കാണ്. നാട്ടിൽ തന്നെ ഉള്ളതെന്ന് മറ്റു കാര്യമില്ല ഗൈസ്. ഞാനിത് ആദ്യമായിട്ടാണ് പോകുന്നത്. ഭയങ്കര തിരക്കാണുള്ളത്. സോ എനിക്ക് തോന്നിയത് അടിപൊളിയാണ്. എനിക്ക് ഇത്ര തിരക്കുണ്ടാവില്ലല്ലോ. നമുക്ക് നോക്കാം അടിപൊളിയാണോ ഇല്ലയോ എന്ന്. 1000 രൂപേന്റെ ടിക്കറ്റും വാങ്ങി ഉള്ളിലേക്ക് കയറിയപ്പോ സത്യം പറഞ്ഞാൽ 1 സ്റ്റാർ വാട്ടർ തീം പാർക്ക് കണ്ടപ്പോൾ അത്ര ഇംപ്രഷൻ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ എൻവയറമെന്റിൽ അല്ലല്ലോ കാര്യം, റൈഡ്സിലും നമുക്ക് കിട്ടുന്ന എൻജോയ്മെന്റിലും അല്ലേ. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും ചിന്തിക്കാണ്ട് ഞാൻ റൈഡ്സിലേക്ക് പോയി. കുറെ നേരം നമ്മള് ഒരു റൈഡ് നോക്കി കിടക്കുന്നത്. ഇവിടെ നോക്കുമ്പോ ഫാമിലി ട്രെയിനിങ്, ജംപ്ലിങ്, പുക്ലിങ് ഇങ്ങനത്തെ സംഭവം, ഇലക്ട്രിക് സ്വിങ്, ഹൊറർ കേവ്. ഇവിടെ ഇങ്ങോട്ടാണ് നമ്മളെ തുടക്കം. വാ അടുത്ത ഫസ്റ്റത്തെ റൈഡ് കണ്ടുപിടിക്കാം. ആ ബോർഡിൽ കണ്ട ലൈറ്റ് ആയിട്ടുള്ള റൈഡിനെ തപ്പി ഞാൻ അങ്ങനെ നടക്കാൻ തുടങ്ങി. അങ്ങനെ പോകുന്ന വഴിക്ക് സൈഡിലൊരു റൈഡ് കണ്ടിട്ട് ഞാൻ വിജൃംഭിച്ചു പോയി. വൺ സ്റ്റാർ തീം പാർക്ക് തന്നെ മയിലും കേട്ടോ. ഇങ്ങനത്തെ സാധനം ഉണ്ട്. ഇത് കാണുമ്പോ തന്നെ പേടിയാണ്. അത് നോക്കണം പേടിയാണോ പോയത് തലയെ കുത്തിയിട്ട്. ആദ്യം നമുക്ക് ചെറുതെന്ന് തുടങ്ങാം. ഈ റൈഡ് കണ്ടു പേടിച്ച് സിമ്പിൾ റൈഡും തപ്പി ഇറങ്ങിയ ഞാൻ ചെന്ന് വിട്ടത് ഇതിന്റെ അപ്പാപ്പന്റെ അടുത്തായിരുന്നു. അതില് കേറാനാ ഞാനാ ഇവിടെ നോക്കാം. അങ്ങനെ തലകുത്തിയത് ഞാനില്ലേ, ഞാൻ കയറുന്നില്ല. വേറെ റൈഡായിട്ട് നോക്കാം. എനിക്കല്ല അതിലൊന്നും കയറാൻ വേണ്ടിയിട്ട്. ഞാൻ കയറി ഗൈസ്. ഇവന്മാരെല്ലാം വർത്താനം കണ്ടിട്ട് ഞാൻ കയറി ലൈന് നിൽക്കുക. അടുത്ത് നമ്മളെ കയറണ്ടേ. ഫോൺ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമ്മളടുത്തൊരു ഗോപ്രോ ഉണ്ട്. ഇതിലെങ്കിലും ഫിലിം ചെയ്യാൻ വിട്ടാൽ മതിയേനും. നേരത്തെ കണ്ടല്ലോ കേട്ടോ. അടുത്തുനിന്ന് കാണുമ്പോൾ കാലിന് മറക്കുന്നുണ്ട് ചെറുകര. കയറണ്ട പോയാലോ
അതിൽ കേറുന്നതിന് മുന്നേ തന്നെ കേറിയ പോലെയാണ് ഞാൻ അലറിക്കൊണ്ടിരുന്നത്. അത്രക്ക് പേടിയേനു. എനിക്ക് മാത്രല്ല കേട്ടാ, ജേസനും വിക്കിക്കും എല്ലാവർക്കും പേടി തന്നെയാണ്. പേടി മാറ്റാനാണെങ്കിൽ വിക്കിന്റെ ഭാഗം ഒരു 1.5 ചളി വേറെ. അങ്ങനെ അവസാനം അതെല്ലാം കഴിഞ്ഞപ്പോ നമുക്കതിൽ കേറുന്ന ടൈമായി. നമ്മളങ്ങനെ കേറി 3 ആള് കേറിയത്. ഗോപ്രോ വല്ലോ ഫുട്ടേജ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇത് സർവൈവ് ചെയ്തതാ. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു സ്ഥലത്തിൽ കേറിയിട്ടില്ല. വണ്ടാരോ തോണി കയറുമ്പോൾ തന്നെ എനിക്ക് പേടിയാ. അൺഫോർച്ചുനേറ്റ്ലി ഗൈസ്, സേഫ്റ്റി പ്രിക്കോഷൻസ് എന്ന് പറഞ്ഞിട്ട് അവര് നമ്മുടെ അടുത്ത് നിന്ന് ക്യാമറ വാങ്ങി വെച്ച്. ബട്ട് ഡോണ്ട് വറി, നമ്മള് 3 ആളും അന്നേരം എങ്ങനെയാ ഒച്ചപ്പാടാക്കിയെന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആടാ ഇതൊന്നും കുഴപ്പമില്ലടാ, ഇതൊക്കെ നമ്മള് തോണിയിലെല്ലാം പോയല്ലേ, ഇതെല്ലാം സിമ്പിള്. ലേശം ലേശം മേലോട്ട് പോകുന്നുണ്ടല്ലോ. ഹലോ ഏട്ടാ, എത്ര മതി കേട്ടാ, ഇനി മേലോട്ട് കൊണ്ടുപോടാ. കൊണ്ടുപോല തല താഴെ വീട് 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 വീടാട്ടാ, നിർത്തേട്ടാ. മതി 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 മതി, ഇവരെ തായർക്ക് തായർക്ക് തായർക്ക്. നമ്മളെ ഫസ്റ്റത്തെ റൈഡേനോ അത്. ഇനിയൊരു റൈഡിന് ശേഷി ഉണ്ടോന്നല്ല, തലയിൽ എന്തോ ആന്ന്. ഇനിയിപ്പോ അടുത്ത് എന്താ റൈഡ് നോക്കാം ഗൈസ്. ഇതേപോലത്തെ അല്ലാണ്ട് എന്തെങ്കിലും സിമ്പിൾ ഉണ്ടോ നോക്കട്ടെ. 1000 രൂപ കൊടുത്തിട്ടാണ് നമ്മളിവിടെ കേറിയെങ്കിലും കുറെ നടക്കാനുണ്ട് എന്നല്ലാണ്ട് റൈഡ് എന്ന് പറഞ്ഞിട്ട് ആകെ ഇത് മാത്രമേ ഉള്ളൂ എന്നാ തോന്നുന്നത്. ബാക്കിയുള്ള റൈഡ്സ് ഒക്കെ ആണെങ്കിൽ പിള്ളേർക്ക് പറ്റിയ പാർക്കും അവർക്ക് പറ്റിയ കുഞ്ഞി കുഞ്ഞി റൈഡ്സും ആണ്. നമ്മൾ കുറെ നടന്നിട്ടും നമുക്ക് പറ്റിയ ഒരു റൈഡും കണ്ടില്ല. പക്ഷെ അവസാനം എന്താ, ഇത് നമുക്ക് കിട്ടി. തലറങ്ങുന്നല്ലേ കാള സീനാട്ടാ, കാള വിചാരിക്കുന്നതല്ല. ഇതല്ലാണ്ട് ബാക്കിയുള്ളതെല്ലാം നമ്മൾ നോർമലി എല്ലാവിടെയും കാണുന്ന റൈഡാണ് ഗൈസ്. നമുക്ക് വലിയ എൻജോയ് ചെയ്യാൻ പറ്റില്ലെങ്കിലും പിള്ളേർക്കും ഫാമിലിക്കും ഒക്കെ എന്തായാലും നല്ലോണം എൻജോയ്മെന്റ് ആണെന്ന് തോന്നുന്നുണ്ട്. കാരണം അത്രക്ക് തിരക്കുണ്ടായിരുന്നു ഈ റൈഡ്സിന് ചുറ്റും. ഇപ്പൊ ഈ ഒരു 3 സ്റ്റാർ വാട്ടർ തീം പാർക്കിന് നമ്മൾ റേറ്റിംഗ് എല്ലാം കൊടുക്കുകയാണെങ്കിൽ ഷുവർലി നമ്മൾ കൊടുത്ത പൈസ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഇനി നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാണ്ട് ഗൈസ്. അതിൽ വേണമെങ്കിൽ മൊത്തത്തിൽ മാറാം. ഭയങ്കര ചൂട്, ഇനി എനിക്ക് കാത്തിക്കാൻ പറ്റില്ല ഗൈസ്. ലെറ്റ്സ് ഗോ ടു വാട്ടർ റൈഡ്സ്. ഒരു വാട്ടർ റൈഡ്സിൽ നമ്മൾ ആദ്യം തന്നെ പോയത് എല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ള വാട്ടർ സ്പ്ലാഷിലാണ്. സ്പ്ലാഷ് അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ വാട്ടർ സ്ലൈഡ്സും ഓരോന്നായിട്ട് കയറാൻ വേണ്ടി തുടങ്ങി. എല്ലാ സ്ലൈഡ്സും എൻജോയബിൾ ആയതുകൊണ്ടും വേറെ റൈഡൊന്നും കയറാത്തോണ്ടും സ്ലൈഡ്സിൽ തന്നെ ഒരു 4-5 പ്രാവശ്യം നമ്മൾ കയറി ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ പൂൾ സെക്ഷനിലേക്ക് പോയി. ഈ സ്ഥലത്തിന് എന്താ പറയാന്ന് എനിക്കറിയില്ല, പക്ഷെ സത്യം പറയാലോ ഈ ഒരു പാർക്കിൽ തന്നെ ബെസ്റ്റ് ഏരിയ ഇതാണ് ഗൈസ്. അവിടുന്ന് ഇവിടുന്ന് മേലും താഴ്ന്നും എല്ലായിടത്തും വെള്ളം ചീറ്റലും പാട്ടുമല്ലായിട്ട് നല്ല കിടിലും വൈബ്. ഇപ്പോഴാണ് ശരിക്കും ആ ഒരു 1000 റുപ്പീസിന്റെ എൻജോയ്മെന്റ് നമുക്ക് കിട്ടി തുടങ്ങിയത്. അതിനിപ്പുറം തന്നെയാണ് ഈ ഒരു പൂൾ ഏരിയയും സ്ലൈഡും വേറെ ലെവല് ഗൈസ്. ഞാൻ കേറിപ്പില്ലേ, എന്റെ ബാക്കിൽ ആപ്പണ്ട് എന്നെ ചവിട്ടി ഉന്തിയിട്ടാ. കുഞ്ഞു കുട്ടിയാണ്ട് ഞാൻ ക്ഷമിച്ച്. ഈ ഏരിയ നമ്മളെല്ലാരും നല്ലോണം എൻജോയ് ചെയ്ത്. പക്ഷെ ഇതുകൊണ്ട് കഴിഞ്ഞിട്ടില്ല, ഇനി ഇവിടെ വെയ്പ് പൂൾ ഉണ്ട്. ഇനിയിപ്പോ നമ്മളെ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഒരു വെയ്പ് പൂൾ കൂടിയാ ഉള്ളത്. പക്ഷെ വെയ്പ് പൂൾ കാണുന്നില്ലേ, മത്തി അട്ടിയിട്ട പോലെ ഉണ്ട്. പുള്ളി ഇറങ്ങാട്ടെ. ഇതിന്റെ ഇടയിൽ നമ്മൾ എന്ത് വേവ് ആക്കാനാന്ന് അറിയില്ല. പക്ഷെ എന്നാലും വെറുതെ ഒന്ന് വേവിൽ ഇറങ്ങും നമ്മള്. ഇത്രക്കാര്യം ആൾക്കാർ ആ ഒരു ഒറ്റ പുള്ള് കണ്ടപ്പോ തന്നെ എന്റെ പകുതി മൂടും പോയി. പക്ഷെ നമുക്ക് ഇവിടെ വേറെ ഓപ്ഷൻ ഇല്ലാത്തോണ്ട് ഞാൻ നേരെ വെയ്പ് പൂളിലേക്ക് കയറി ചെന്ന് അവിടെ പോയപ്പോഴാണ് അടുത്ത പ്രശ്നം. ഫുള്ള് അലമ്പായ ലോക്കൽ വെള്ളം കൈസ്. എത്രയും പെട്ടെന്ന് ഈ ഒരു പൂളിന്ന് ഓടിപ്പോവാൻ എനിക്ക് തോന്നിയേ. പക്ഷെ വെയ്പ് പൂളിൽ എനിക്ക് വേവ് കാണാണ്ട് പോകാൻ വേണ്ടി പറ്റില്ലല്ലോ. സോ നമ്മൾ അവിടെ കുറച്ചു നേരം അങ്ങനെ വേവിന് വേണ്ടി കാത്തുനിന്ന് ആൻഡ് ഫൈനലി ഇറ്റ് സ്റ്റാർട്ടഡ്. വെള്ളത്തിന്റെ അവസ്ഥയെല്ലാം കണ്ടിട്ട് അധിക നേരം അവിടെ നിൽക്കാൻ കഴിയില്ല ഗൈസ്. ഞാൻ മെല്ലെ ബാക്കോട്ടേക്ക് വന്നിട്ട് ബീച്ചിലിരിക്കുന്ന പോലെ ആടെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങ് വന്ന്. സോ വിത്ത് ദാറ്റ് ഗൈസ്, നമ്മളെ 3 സ്റ്റാർ വാട്ടർ തീം പാർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. 990 റുപ്പീസ് ആണ് നമുക്ക് ഇവിടെ ആയത്. ബട്ട് സത്യം പറഞ്ഞാല് അതിന് മാത്രം ഒന്നും ഇവിടെ ഇല്ല. ഫാമിലി ആയിട്ടെല്ലാം വരികയാണെങ്കിൽ ആ ഒരു 900 മുതലാവും. പിള്ളേർക്കെല്ലാം പറ്റിയ അത്രക്കാര് റൈഡ്സ് ഉണ്ട്, എല്ലാം അടിപൊളി റൈഡ്സ് ആണ്. പക്ഷെ നമുക്കെല്ലാം പറ്റിയ വാട്ടർ റൈഡ് ആണെങ്കിലും ലാൻഡ് റൈഡ് ആണെങ്കിലും എല്ലാം കൂട്ടിയിട്ട് ഒരു 3-4 ഉള്ളൂ. അതിനുവേണ്ടി മാത്രം 900 ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ഫെയർ. ആൻഡ് അതേപോലെ തന്നെ പൂളിന്റെ കാര്യമാണെങ്കിൽ ആകെ ഒറ്റൊരു വേവ് പൂൾ മാത്രമേ ഉള്ളൂ ഗൈസ്. പക്ഷെ ഒരു സാധനം അടിപൊളിയാട്ടാ, ഫുള്ള് വെള്ളം തെറിക്കുന്നത്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. 3 സ്റ്റാർ വാട്ടർ തീം പാർക്ക് എന്നെ ഭയങ്കരമായിട്ട് ഇംപ്രസ് ചെയ്തിട്ടില്ല ഗൈസ്. ഇറ്റ് ഓൺലി ഗെറ്റ്സ് 2.5 സ്റ്റാർ റേറ്റിംഗ്. ലെറ്റ്സ് സീ ഇനി 5 സ്റ്റാർ തീം പാർക്ക് ഇതേപോലെ നമ്മൾ ഡിസപ്പോയിന്റ് ചെയ്യിപ്പിക്കോ ഇല്ലയോ എന്ന്. ഗൈസ്, നമ്മൾ അങ്ങനെ ബെസ്റ്റ് വാട്ടർ തീം പാർക്കിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ അന്നേരം ഇതിന്റെ പേര് വണ്ടർലാൻഡ് അല്ല, വീഗാലാൻഡ് എന്നാണ്. അത് ചെറുപ്പത്തിൽ എപ്പോഴും വന്നേ എനിക്ക് അന്നേരം ഒരു ബോധമില്ല. ഞാൻ ഒരു റൈഡിലോ കയറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നില്ല. വേറെ സ്വിമ്മിംഗ് പൂളായിട്ട് കയറിയിട്ടുണ്ടാവുള്ളൂ. എനിക്കറിയില്ല എവിടെ നിന്ന് തുടങ്ങണം, എന്ത് ചെയ്യണമെന്ന്. പക്ഷേ ഐ ആം റിയലി എക്സൈറ്റഡ് ഗൈസ്. കുറെ കിടലും പേടിക്കുന്ന റൈഡെല്ലാം ഉണ്ട്. എന്തെങ്കിലും ആദ്യം കയറുമെന്തോ, വാ പോയി നോക്കാം.
റൈഡെല്ലാം പോയി നോക്കാൻ വേണ്ടിട്ട് മാപ്പിന്റെ മുന്നിൽ പോയി നിന്നപ്പോഴാണ് മനസ്സിലായത് ചെറുതും വലുതായിട്ട് ഇവിടെ 60+ റൈഡ്സ് ഉണ്ട് ഗൈസ്. ഈ 60+ റൈഡ്സിൽ കയറാനാണെങ്കിൽ ഇത്രക്കാരും ആൾക്കാരുണ്ട്. ഇതെല്ലാം കണ്ടപ്പോ നമ്മളൊരു സത്യം മനസ്സിലാക്കി, ഇവിടെ ഒരു 100-150 റൈഡ് ഉണ്ട്. ഒരു ദിവസം കൊണ്ട് ഇതെല്ലാം കയറി തീർക്കാന്ന് പറഞ്ഞാല് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ബെസ്റ്റ് വാട്ടർ തീം പാർക്ക് ആയതുകൊണ്ട് തന്നെ ഒടുക്കത്തെ തിരക്കുണ്ട്. ഒരു പ്ലാൻ വേണം കേട്ടാ. ഏതിലല്ല കയറണ്ടേ? വേപ്പൂൾ, ഓഫ് കോഴ്സ് വേപ്പൂൾ. എടാ വേറെ പറ. വേറെ സ്വിമ്മിംഗ് പൂള്. വേറെ ഇത് റൈഡെല്ലാം ഒന്നാമത് കുറച്ച് ടഫാണ്, പക്ഷെ കേറാല്ലേ. കേറണോ പിന്നെ എന്തിനാ വന്ന് വെള്ളത്തിൽ തുള്ളാനാണെങ്കിലും വീട്ടിൽ ബക്കറ്റുള്ളിൽ കിടന്നാ പോരെ. ഇവന്മാരെ വർത്താനം കേട്ട് നിന്നാൽ ഞാൻ ഇപ്പൊ തന്നെ പോയിട്ട് പൂളിൽ തുള്ളേണ്ടി വരും. അതുകൊണ്ട് ഞാൻ വേറൊരു പ്ലാൻ ആക്കി, തിരക്കൊക്കെ വരുന്നതിന് മുന്നേ ഏറ്റവും അടിപൊളിയായിട്ടുള്ള റൈഡില് ആദ്യം തന്നെ പോയി കേറാണ്. കേറിയപ്പോ തന്നെ നമ്മള് നേരെ ഇവിടുത്തെ ഏറ്റവും എക്സൈറ്റിംഗ് റൈഡിലേക്ക് വിട്ട് റീകോയിൽ. ഇതിലാണ് നമ്മൾ അടുത്ത് കയറണ്ടേ. കാണുമ്പോ തന്നെ പേടിയാവുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതുവരെ ഇങ്ങനെ ഇത്രയും വലിയ റൈഡിൽ കയറിയിട്ടില്ല. ഇത്രയും സ്പീഡ് ഉണ്ടായി സാധനത്തിൽ. ജെർസൺ പറഞ്ഞ പോലെ തന്നെ അത് കണ്ടപ്പോ തിരിച്ചു പോണെന്ന് തോന്നിയെങ്കിലും ഇവിടെ വന്നത് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനാണല്ലോ. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് നമ്മൾ ഈ ഒരു റൈഡിൽ കയറി. നമ്മളെ വന്നിട്ടുള്ള ആദ്യത്തെ റൈഡാണ്. കാണുമ്പോ ഞാൻ ഭയങ്കര ധൈര്യശാലം പോലെ തോന്നുന്നു. എനിക്ക് ഇങ്ങനത്തെ ഭയങ്കര പേടിയാ. തീരത്തില്ലേ? പൊട്ടി പരിശീലിക്കണോ? എന്താ ഇപ്പൊ സംഭവിച്ചത് എനിക്ക് ഒരു ഐഡിയ ഇല്ല. നമ്മളെ F1-ലെല്ലാം ആൾക്കാർക്കുള്ള നെക്സ്റ്റ് സ്ട്രെങ്ത് വേണം തോന്നട്ടെ. എന്റെ തല പൊന്തിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. ജെർസിനൊന്നും വീഡിയോയിൽ കിട്ടിയില്ല, 2 ആളെ കിട്ടുള്ളൂ. പക്ഷെ ഇവരല്ലേ അവിടെ കരയുന്നതിന് ബാക്കിൽ അതിൽ ഓഡിയോ കിട്ടിയിട്ടുണ്ടായാൽ മതി എന്നാണ് എന്റെ പ്രാർത്ഥന. കിട്ടിയെന്നൊന്നും അറിയില്ല. മാറ്റാൻ വേണ്ടി കരഞ്ഞാ വേറൊന്നല്ല, കരഞ്ഞിട്ടില്ല. ഇവൻ മിസ്റ്റർ ബീനെ പോലെ ഇരിക്കുന്നല്ല പറഞ്ഞേ. ഇത് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ ഏതിൽ പറയാൻ ഒരു ടെൻഷൻ ഒന്നും ഇല്ല. ഈ റൈഡ് കഴിഞ്ഞപ്പോ നമുക്ക് മൊത്തം ആവേശമായി. ആ ഒരു അഡ്രിനാലിൻ റഷ് പീക്കിൽ നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മൾ നെക്സ്റ്റ് റൈഡിൽ കയറി. നമ്മൾ വീണ്ടും പേടിയില്ലാത്ത ടീം കയറിയിരിക്കുകയാണ്. മീ പ്ലസ് ജെർസൺ, അപ്പുറം വിക്കി ഉണ്ട്. ഇതിലെങ്കിലും എനിക്ക് പേടിയില്ലാണ്ടിരിക്കണം. സ്പീഡ് ആദ്യമൊന്നും പ്രശ്നം ഉണ്ടായില്ല, പിന്നെ ഈ സാധനത്തിന് സ്പീഡൊക്കെ കൂടി നമ്മളാണെങ്കിലും ഉണ്ട് കറങ്ങുകയും ചെയ്യുന്നത്. തീരെ പേടിയില്ലാതെ പറഞ്ഞ വിക്കിനെല്ലാം മുഖം കാണണം. ഒന്നെ പഠിച്ച് മൂത്രം ഒഴിച്ചോന്ന് എനിക്ക് സംശയമുണ്ട്. എന്റെ പോലെ ഡയലോഗ് കുത്തിയിട്ടില്ലേ മൂഡ് കാണും. എന്റെ അടുത്തൊരു ഗോപ്രം ഉണ്ടായിരുന്നു. ഞാൻ സത്യമായിട്ട് മൂഡ് കാണിച്ചതിനെ ഈ ഒരു റൈഡിന് ശേഷം നമ്മളിതാ ഈ ഒരു റൈഡിലും ഈ ഒരു സാധനത്തിലും കയറി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഗൈസ്, സേഫ്റ്റി റീസൺസ് കാരണം നമ്മൾ റെന്റിനെടുത്ത Insta360 വരെ നമുക്ക് അതിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നില്ല ഗൈസ്. എല്ലാ റൈഡും അടിപൊളിയായിരുന്നു ഗൈസ്. ഇത്രയും എക്സ്ട്രീം ആയിട്ടുള്ള റൈഡ്സ് കൂടാണ്ട് വേറെ കുഞ്ഞു റൈഡ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ ഓൾറെഡി വേറെ അമ്യൂസ്മെന്റ് പാർക്സിനൊക്കെ കയറിയതായതുകൊണ്ട് അതിനൊന്നും നമ്മൾ ഇപ്രാവശ്യം കയറിയിട്ടില്ല. നമ്മളങ്ങനെ നമ്മളെ 5 സ്റ്റാർ വാട്ടർ തീം പാർക്കിലെ ലാൻഡ് റൈഡ്സ് പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇത്ര കഴിഞ്ഞപ്പോ തന്നെ എന്റെ മോനെ ഒരു രക്ഷയില്ല, കിണ്ണം. ഇതുവരെ പോയാലും ബെസ്റ്റ് റൈഡ്സ് ആണ് അല്ലേ? അടിപൊളി സാധനം, സംഭവം അടിപൊളിയാ. പക്ഷെ ഇനിയും കഴിഞ്ഞില്ല കേട്ടോ. ലാൻഡ് റൈഡ്സ് കഴിഞ്ഞിട്ടുള്ളൂ. വാട്ടർ റൈഡ്സ് തന്നെ ഇവിടെ നമ്മൾ ഇതുവരെ പോകാത്ത കിടിലം സാധനങ്ങളുണ്ട്. അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. പക്ഷെ ആദ്യം ഒരു കിടിലം ബിരിയാണി നമുക്ക് കിട്ടി ഗൈസ്. അത് തിന്നിട്ട് വയറിറക്കട്ടെ, എന്നിട്ട് വേണം വാട്ടർ റൈഡ്സിൽ പോകാൻ. നമ്മൾ ഫുഡെല്ലാം കഴിച്ചതിന് ആൻഡ് നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു അവർ ഫസ്റ്റ് വാട്ടർ വാട്ടർ റൈഡ് ഗൈസ്. ഇവിടെ തുടങ്ങുകയാണ് നമ്മളെ വാട്ടർ റൈഡ് അംഗം ഗൈസ്. നമ്മളെ ആദ്യമായിട്ട് കയറാൻ വന്നിട്ടുള്ള വേറെ എല്ലാം
അൺഫോർച്ചുനേറ്റ്ലി ഗൈസ് ഈ ഒരു സ്പ്ലാഷിലും നമ്മളെ ഇൻസ്റ്റാ 360 കൊണ്ട് പോകാൻ പറ്റിയിട്ടില്ല. ബട്ട് വി റിയലി എൻജോയ് ദ റൈഡ് ഗൈസ്. സ്പ്ലാഷിന് ശേഷം നമ്മൾ നേരെ പോയി ഓരോരോ സ്ലൈഡ്സിലായിട്ട് കയറി. എന്താണെന്നറിയില്ല ഗൈസ്, ഇവർ എവിടെയും നമ്മളെ ക്യാമറ എടുക്കാൻ വിടുന്നില്ല. റെന്റിന് ക്യാമറ എടുത്ത് കൊണ്ടുപോയി നമ്മളെ പൈസ വേസ്റ്റ് ആയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ക്യാമറ എടുക്കാൻ പറ്റില്ലെങ്കിലും നമ്മൾ പൂളും എല്ലാ സ്ലൈഡും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് അവസാനം നമ്മളൊരു വലിയ സ്ലൈഡിലെത്തി. യൂഷ്വലി വാട്ടർ റൈഡ്സ് എനിക്ക് തീരെ പേടിയില്ലാണ്ട് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. പക്ഷെ ഈ ഒരു സാധനം കണ്ടപ്പോൾ തന്നെ എനിക്ക് ചെറുതായിട്ടൊന്നുമല്ല പേടി വന്നത്. പക്ഷെ എന്നാലും ആ ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ട് ഞാൻ കയറി ഗൈസ്. ഞാൻ മാത്രമല്ല, നമ്മൾ 4 പേരും കയറി. ഒന്നും പറഞ്ഞിട്ടില്ല, ഒറ്റ പോക്ക് ആടന്ന് താഴെ വിട്ടത് മാത്രമേ ഉള്ളൂ. ഇടയ്ക്ക് കണ്ണൂർ ലാസ്റ്റ് ടിക്കറ്റ് വെച്ച് നന്നായിട്ടാ. ഇനിയൊരു തിരിച്ചു നോക്കേണ്ടി തോന്നില്ല. നമ്മളെ വാട്ടർ റൈഡില് ലാസ്റ്റ് വേപ്പുൾ ആണ്. പക്ഷെ അതിന് മുന്നേ നമുക്ക് വേറെ 2 സാധനങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് എന്ന് വെച്ചാൽ റെയിൻ ഡിസ്കോ. ഫുള്ളുണ്ടോ ആൾക്കാർ കാണിച്ചു, ഫുള്ള് ആൾക്കാരാണ്. കാണോ കാണോന്നറിയില്ല, എന്തായാലും കാണിച്ചില്ല. നമ്മളെപ്പോലെ തന്നെ എല്ലാവരും റെയിൻ ഡിസ്കോക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു ഗൈസ്. സമയമായപ്പോ റെയിൻ ഡിസ്കോ തുടങ്ങി. എല്ലാവരും ആ ഒരു മഴയത്ത് നിന്ന് ഡാൻസ് കളിച്ച് മരിക്കായിരുന്നു. പിന്നെ കോപ്പിറൈറ്റ് കിട്ടുന്നതുകൊണ്ട് ഞാൻ എന്തായാലും മ്യൂസിക് ഇവിടെ കൊടുക്കുന്നില്ല. റെയിൻ ഡിസ്കോ ആയിട്ട് നമ്മൾ പോയത് ഫോം പാർട്ടിക്ക്. അത് അതിലും അടിപൊളി. പതയിലെല്ലാം എല്ലാരും കുളിച്ചങ്ങ് മുങ്ങി. ഞാനും പിള്ളേരും അവിടെ വന്ന് എല്ലാവരും കംപ്ലീറ്റ്ലി അത് എൻജോയ് ചെയ്യുന്ന എനിക്ക് 100% ഉറപ്പാണ്. ഇവിടത്തെ തുള്ളി പറയലെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വേപ്പുള്ളിലേക്ക് പോയി. അങ്ങനെ ഫൈനലി നമ്മളിവിടുത്തെ വേപ്പുള്ളത്തിന് വന്നപ്പോഴുള്ള മെയിൻ പ്രത്യേകത നമ്മുടെ പള്ളിക്കുളത്തിന് ഇവിടെ നല്ല ഫീൽ. എനിക്കൊരു ബീച്ചിലൊന്ന് വൈബ് കേട്ടോ. വെറുതെ അങ്ങ് തള്ളിയതല്ല ഗൈസ്. വേവ് തുടങ്ങി നമ്മൾ കരക്കിരുന്നപ്പോ ശരിക്കും ബീച്ചിലൊക്കെ ഇരിക്കുന്ന പോലെ തന്നെ. കുറെ നേരം ഇവിടെ ഇരിക്കാണ്ട് നമ്മൾ അങ്ങ് ദൂരേക്ക് പോയി. ഇവിടുത്തെ തിരമാലൊക്കെ വരുന്ന കാണാൻ തന്നെ നല്ല രസമുണ്ട്. പക്ഷെ അതേപോലെ തന്നെ നല്ല ഹൈറ്റിലോട്ടാ. കുറെ വെള്ളം കുടിച്ച്. പിന്നെ തിരക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ 3 സ്റ്റാർ വാട്ടർ തീം പാർക്കിലെ വേപ്പുള്ള പോലെ തന്നെ ഇവിടെയും അത്യാവശ്യം നല്ല തിരക്ക് തന്നെയായിരുന്നു. ബട്ട് സ്റ്റിൽ മാൻ വെള്ളം എല്ലാം ക്ലിയർ ആയതുകൊണ്ടാന്ന് തോന്നുന്നത് തിരക്കൊന്നും ഒരു വിഷയമില്ലാണ്ട് നമുക്ക് നല്ലപോലെ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റി. കുറെ നേരം അങ്ങനെ വേവ് എല്ലാം മറികടന്ന് കുറെ വെള്ളവും കുടിച്ച് എൻജോയ് ചെയ്ത് നമ്മൾ ആ വേവ് പൂളിൽ നിന്ന് ഇറങ്ങി. എല്ലാം കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി നമ്മൾ നടക്കുമ്പോഴാണ് ഈ ഒരു തീം പാർക്കിന്റെ വൈകുന്നേരത്തുള്ള ആ ഒരു ആംബിയൻസ് നമുക്ക് മനസ്സിലാവുന്നത്. ഫുള്ള് ലൈറ്റപ്പ് ചെയ്ത് ആ ഒരു സ്കൈയും എല്ലാം കൂടി ആയപ്പം ഇതേപോലെ വൈബുള്ള ഒരു തീം പാർക്ക് എന്റെ ജീവിതത്തിൽ വേറെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ അമ്മയാണ് ഫൈനലി ഇറ്റ്സ് ഡൺ ഗൈസ്. നമ്മളെ അവസാനത്തെ വാട്ടർ തീം പാർക്ക് നമ്മളെ കവർ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഒരു വീഡിയോ തന്നെ ഒരു ചോദ്യം ചോദിച്ചിട്ടാണ് പൈസ കൂടുന്നതിനനുസരിച്ച് എക്സ്പീരിയൻസ് കൂടുമെന്നുള്ളത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഐ റിയലി ലൈക്ക് ഇറ്റ്. എത്ര പൈസ കൂടിയാലും ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു ഗൈസ്. എന്താ കൂടുതലെടുത്ത് പറയണമെന്ന് എനിക്കറിയില്ല. നമ്മൾ പോയ എല്ലാ വാട്ടർ തീം പാർക്കിനെക്കാട്ടിയും ബെറ്റർ ഇത് തന്നെയായിരുന്നു. ഇതിന് മുന്നേ പോയ വാട്ടർ തീം പാർക്കിനെക്കാട്ടി കൂടുതൽ തിരക്കുണ്ടായിട്ടും കുറേ റൈഡ്സ് ഉണ്ടായിട്ടും ഇവർ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അവിടെ നല്ലപോലെ മാനേജ് ചെയ്തിട്ടുണ്ട്. കൂടുതലൊന്നും എടുത്ത് പറയാനില്ല. ആൻഡ് ഇനി ഈ ഒരു ടിക്കറ്റ് വേർത്താണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഫാസ്റ്റ് ട്രാക്ക് എടുത്ത് സത്യം പറയാലോ നമുക്കത് പക്ക വേർത്തായിട്ടാണ് തോന്നിയത്. ഏടിയും ലൈനൊക്കെ ഉണ്ടാവും, ഒന്നും ചെയ്യേണ്ട. നമ്മൾ പോയ 3 ലെവൽ ഓഫ് വാട്ടർ തീം പാർക്കിലും ദിസ് is the best. എനിക്കിതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ആൻഡ് ഇനിയിപ്പം 1 ഫൈനൽ റേറ്റിംഗ് ഹിയർ ഇറ്റ് ഈസ്.